എന്തേ? എന്തു പറ്റി? അയ്യോ അയ്യോ, എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല ഏട്ടാ, ഒരു ബോധക്ഷേമാ. അളിയന്റെ നോട്ടം കണ്ട ഞങ്ങളെ ചെയ്തിട്ടാണ് തോന്നുമല്ലോ. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്തതെന്ന് എനിക്കറിയാവടാ. അയ്യോ, ഞങ്ങളൊന്നും ചെയ്തതല്ല. കൊന്നുകളെ ഞാൻ. ഇവിടെ എന്താ നടന്ന അളിയാൻ അറിയാത്തോണ്ടാ. എനിക്കറിയണം. മാത്രമല്ല ഞാൻ ആരാന്ന് ഇവരൊക്കെ അറിയിക്കാൻ വേണം. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറയടാ. പറയില്ലല്ലേ? അറിയണമെങ്കിൽ അങ്ങോട്ടല്ലേ? എങ്ങോട്ട്? അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് മാത്രമല്ല എങ്ങോട്ട് ചെല്ലും ഞാൻ. അറിയാവോ? നിങ്ങൾ ആരും പറയില്ല എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയാം. എന്റെ അമ്മ എന്ത് ചെയ്തോന്ന് എനിക്കറിയാം. അറിയാവോ? ഒരൊക്കെ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്റെ അമ്മ Bastard. വൈകിയാണ് അറിഞ്ഞത്. ഞാനല്പം താമസിച്ചു പോയി. എവിടെയാണാവോ പരേതന്റെ മൃതദേഹം? അങ്ങോട്ട് എന്നാ മതി. ഞാനിവിടുത്തെ MLA. അത് ഈ വേഷം കണ്ടപ്പോ തന്നെ മനസ്സിലായി. എതിർ കക്ഷിക്കാരാണെന്ന് തോന്നുന്നു. ഇവനെ നോട്ട് ചെയ്തേക്കൂ. ഇപ്പോഴൊന്നും വേണ്ട. മരണം ഇവിടെ അല്ലേ. സംയമനമാണ് ഇവിടെ നല്ലത്. വരൂ. താനെന്താ ഒരു ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട്? അയ്യോ, ഇത് ഘോഷയാത്ര ഒന്നുമല്ല. എല്ലാം നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളോ? തന്റെ കുട്ടികളായിരിക്കും. പപ്പൻ ചേട്ടൻ അറിയാമല്ലോ, ഒരു MLA എന്ന് പറയുമ്പോ അയാൾക്ക് ആ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളുമായി ബന്ധം കാണും. ഇതെന്തായത്? ഇത് നമ്മുടെ പാർട്ടിയുടെ വക ഒരു സന്തോഷം. നമ്മുടെ പാർട്ടിയോ? പപ്പൻ ചേട്ടൻ എന്റെ പാർട്ടിക്കാരാണല്ലോ. ഞാൻ പഴയ പപ്പനല്ല. പഴയതായാലും പുതിയതായാലും ഞങ്ങൾക്ക് പപ്പൻ ചേട്ടനെ മറക്കാനാവില്ല. നിങ്ങൾ വന്ന കാര്യം പറയണം. ഒരു ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. എന്ത് വിരോധം? ഫോട്ടോ. പപ്പച്ചേട്ടന് ഒന്നും തോന്നരുത്. നാളെയും മറ്റന്നാളും എനിക്ക് തീരെ സമയമില്ല. അതുകൊണ്ടാ ഇത് ഇന്ന് തന്നെ ആക്കിയത്. ഒരു നിമിഷം കണ്ണടച്ചു. പ്ലീസ് പ്ലീസ്. എടുത്തോളൂ. എടുക്കാൻ പറ്റേ? അപ്പോഴേ ഇങ്ങോട്ട് വാ. പോവുകയാണെങ്കിൽ കുന്തോ കൊണ്ടുപോ. എടുത്തോളൂ. എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കൂ. കളയണ്ട, ഇനിയും ഉപയോഗിക്കാം. എന്തൊരു ഉറക്കമാടാ ഇത്? ആരാ? ഞാനാ, കാലൻ. അങ്ങനെ നോക്കിയാലൊന്നും എന്നെ കാണില്ല. നശ്വരമായ ശരീരത്തിലിരിക്കുന്ന നിനക്ക് അനശ്വരനായ എന്നെ കാണാൻ സാധിക്കില്ല. നിനക്കൊരു ശരീരം ഉണ്ടെന്നുള്ള ചിന്ത വെടിഞ്ഞ് എന്നെ ധ്യാനിക്കുക.
ചീറ്റിംഗ് ആയിപ്പോയി. അത് കൊള്ളാം. നല്ലൊരു ശരീരം സംഘടിപ്പിച്ചെന്ന് അതിന്റെ വിശേഷമൊക്കെ ഒന്ന് അറിയാതെ കരുതുന്നപ്പോ നീ എന്റെ മെക്കെട്ട് കയറുകയാണോ? ഇതൊരു ശരീരമാണോ? അത് കണ്ട് മനസ്സിലാകുന്നില്ലേ? എന്റെ ശരീരം എത്ര സ്മാർട്ട് ആയിരുന്നു എന്ന് കാലിനറിയാമോ? അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ കൈയൊഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടം എനിക്കാ. എന്റെ വിലപ്പെട്ട ഒരു ദിവസം ഇവിടെ പോകുന്നത്. ദേ, ഇന്ന് രണ്ടിലും ചെയ്യണം. എന്ത് ചെയ്യണോന്ന്? എനിക്ക് ശരീരം വേണ്ട. എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല. വെറി യൂസ്ലെസ്. ദേ, എനിക്ക് ഉടനെ ഒരു നല്ല ശരീരം സംഘടിപ്പിച്ചു തരണം. ആയുസത്ത് അത് ആളെ പിടിക്കുന്ന എങ്ങനെടാ? അപ്പൊ എന്നെ പിടിച്ചതോ? അത് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധമല്ലേ പപ്പ? എങ്കിൽ അതുപോലെ ഒരു അബദ്ധം കൂടി ചെയ്യേ. നല്ല ഒരുത്തിനെ പിടിച്ച അവന്റെ ശരീരം എനിക്കിതാ. നിന്റെ കാര്യം തന്നെ എന്നെ പുലിവാല പിടിപ്പിച്ചിരിക്കുക. നീ അതും പറയാനിട്ടാ വേറെ. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റേ. എന്നാ മരിച്ചോ? അയ്യോ അതല്ല. ഓ ഒന്ന് എഴുന്നേക്കെന്ന് ഒരു കാര്യം കാണിച്ചാരാ. എന്ത് കാര്യം? വാ. ഈ പാതിരാത്രിക്ക് എന്തോന്നറിയ കാര്യം? പാതിരാത്രി നേരം വെളുക്കാറായി. വരാനല്ലേ പറഞ്ഞത്? കൈവിട്. വരാം. വിട്. വിടാണ്ട് അങ്ങനെ വരാൻ പറ്റുന്നേ? നേരെ അങ്ങോട്ട് പോന്നു. ഇങ്ങോട്ട് വരാനേ. അവിടെ നോക്ക്. എന്താ? ഞാനിതൊക്കെ നിങ്ങളോടല്ലാതെ പിന്നെ വേറെ ആരോട് പറയാനാ? ഭ്രാന്താണോ? അതൊന്നും എന്നോട് പറയണ്ട. ഒരു നിവൃത്തിയില്ല. ഈ ദുരിതങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ നോക്കൂ. അത് ശരി. മനുഷ്യന്റെ അവസ്ഥയെ പറ്റിയും അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗങ്ങളല്ലല്ലോ നിങ്ങൾ. ഈ കൊരങ്ങളി ഇന്നെങ്കിലും അവസാനിപ്പിക്കണം. ഞാനോ? എന്തിന്? എവിടെ? ഇവിടെയോ? എപ്പോഴേ? ഇപ്പോഴോ? അധികമുണ്ടോ? നീ ചൂടാകാതെ. സത്യം പറഞ്ഞ നിന്റെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. വിഷമമുണ്ടെന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? എനിക്കും കൂടെ തോന്നണ്ടേ? നിനക്ക് തോന്നാത്ത ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എനിക്ക് എല്ലാരും വിവരം അറിയിക്കണം. ഞാൻ ജീവിച്ചിരിപ്പില്ലെന്ന കാര്യം എല്ലാരും അറിയണം. അതിന് നീ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ? കണ്ടവന്റെയൊക്കെ ശരീരത്തിൽ കയറി ജീവിച്ചിട്ടുണ്ട് കാര്യം, പ്രത്യേകിച്ച് ഈ കിളവന്റെ ശരീരത്തിൽ. എഴുന്നേറ്റ് ശരിക്ക് നടക്കാൻ പറ്റുന്ന ഒരുത്തനെ എനിക്ക് സംഘടിപ്പിച്ചു തരണം. എന്നിട്ട് എന്തോ ചെയ്യാനാ? എന്റെ കഥ എല്ലാരും അറിയിക്കാൻ. എന്റെ പപ്പ, നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത്. ഭൂമിയിൽ ആരോട് പറഞ്ഞാലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് പിടിച്ച് ചങ്ങലക്കിടും. പിന്നെ നിന്റെ ശേഷിച്ച ദിവസങ്ങളിൽ ചങ്ങലെ കിടക്കേണ്ടി വരും. ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാ. ചങ്ങല ഇല്ലെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു ഭാഗം മുഴുവൻ ഫീസായി കിടക്കുക. മര്യാദക്ക് നല്ലൊരു ശരീരം സംഘടിപ്പിച്ചു തന്നില്ലെങ്കിൽ നീ നാളത്തെ ഒരു ദിവസം കൂടെ ഒന്ന് ക്ഷമിക്ക. നാളെ രാത്രി ഒരുത്തം മരിക്കാനുണ്ട്. ആരാ? പേര് കേട്ട ഒരു ചട്ടമ്പി. ചട്ടമ്പിയോ? ആള് പാവമാ. കളവും ചട്ടമ്പിത്തരവും ഒക്കെ പണക്കാരുടെ അടുത്തേ ഉള്ളൂ. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാ. അതാരാണ്? കായംകുളം കൊച്ചുണ്ണിയോ? കായകുളം കൊച്ചുണ്ണിയല്ല, കായിക്കര കൊച്ചാപ്പു. ആരാ? എന്ത് വേണം? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആൻഡപ്പൻ. ഞാൻ തന്നെയാ. നമ്മളാരാ? ഞാൻ കൊച്ചാപ്പു, എസ് ഐ കൊച്ചാപ്പു. എസ് ഐ ആണോ? വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് എസ് ഐ ആണെന്ന് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാതിരിക്കുകയായിരുന്നു. താമസം തുടങ്ങിയല്ലേ ഉള്ളൂ, സമയം കിട്ടിയില്ല. ഗ്രേസി, കമല. ഗ്രേസി എന്റെ ഭാര്യ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വലിയ വീട്ടിലോ? കൂട്ടിനെങ്കിലും ഒരാളെ താമസിപ്പിക്കാമായിരുന്നു. എന്തിനാ? എനിക്ക് കൂട്ട് ഗ്രേസി, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, എനിക്ക് കൂട്ട് ഗ്രേസി. ഇതാണ് സാക്ഷാൽ ഗ്രേസി. നമസ്കാരം. കൊച്ചാപ്പു. വെറും കൊച്ചാപ്പു അല്ല, എസ് ഐ കൊച്ചാപ്പു, സബ് ഇൻസ്പെക്ടറാ. നമ്മളെ കാണാനും പരിചയപ്പെടാനും വേണ്ടി ഇവിടെ വന്നതാ.
എന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണല്ലോ. സിംഗപ്പൂരിൽ നിന്നും പുതുതായി ഒരു കുടുംബം താമസിക്കാൻ വരുമ്പോ അന്വേഷിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണല്ലോ. ഗ്രേസി, ചായ കൊണ്ടുവരാം. ആ പിന്നെ ചായ അല്ലാതെ ഹോട്ടായിട്ട് വേറെ എന്തെങ്കിലും വേണ്ട? ആ പൊക്കോളൂ. അതെ, അപരിചിതനെ വീട്ടിൽ കയറ്റുന്നത് ഗ്രേസിക്ക് വലിയ പേടിയാ. അതെന്താ? കുഞ്ഞല്ലേ. ആര്? ഗ്രേസി. ഇപ്പൊ പോയതോ? ഞാനും അവളും കൂടെ റോഡിൽ നടന്നു പോകുന്ന കണ്ടിട്ട് പലരും ചോദിച്ചിരുന്നു, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ. അത് അസൂയുണ്ട്. ആയിരിക്കും, എങ്ങനെ അസൂയ ഇല്ലാതിരിക്കും? ഈ കാണാവുന്ന സർവ്വ സ്വത്തിനും അവകാശി അവളാ. അവളാണെങ്കിൽ കൊച്ചു പെണ്ണു. ഇത്രയും സ്വത്തുക്കളുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ. മറ്റൊന്നും കൊണ്ടല്ല, ഈ നാട്ടിൽ കള്ളന്മാര് കുറച്ച് കൂടുതലാ. കള്ളന്മാർ ഈ വീട്ടിൽ നിന്നും? നിങ്ങൾ ഈ പോലീസ് എന്ന് പറയുന്നവർ പലതും എന്നിൽ നിന്ന് പഠിക്കാനുണ്ട്. സിംഗപ്പൂർ ആൻഡപ്പന്റെ പേര് കേട്ടാൽ സിംഗപ്പൂരിലെ സർവ്വമാന കള്ളന്മാരും ഞെട്ടി പറയ്ക്കും. സിംഗപ്പൂര് പോലല്ലോ നമ്മുടെ നാട്. കുറഞ്ഞ പക്ഷം ഒരു പട്ടിയെങ്കിലും വളർത്താമായിരുന്നു. ഞാനുള്ളപ്പോ ഇവിടെ എന്തിനാ ഒരു പട്ടി? അത് ശരി, പക്ഷേ സ്വയരക്ഷയ്ക്കെങ്കിലും. സ്വയരക്ഷയ്ക്കോ? ഇത് കണ്ടാ പിന്നെ കള്ളന്മാരെടുക്കോ? സാധനം ഫോറിനാ. കളിത്തോക്ക, പക്ഷെ കണ്ടാ പറയില്ല. കള്ളന്മാർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. അതെ, പേടിയുള്ളവർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. സിംഗപ്പൂരിൽ കള്ളന്മാരെ പിടിച്ചു കൊടുക്കലായിരുന്നു എന്റെ ഹോബി. ഓഹോ, കാളി മുഴുവൻ ഇതുകൊണ്ടാ. ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയുണ്ട് ധാരാളം കാണാൻ. വരൂ. ആ വാതിൽ കാണിച്ചു. ഇതെന്താവുന്നു? ഇത് ഈ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ക്ലോസറ്റ്. ക്ലോസറ്റ് എന്നാ അതല്ല. ഞാൻ തുറക്കാനോ? അവമാനിക്കാനല്ല, ധൈര്യമായിട്ട് തുറന്നോളൂ. ഇനി പറയൂ, ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കിടത്തി വെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. ആര്? കായിക്കര കൊച്ചാപ്പു. അതാരാ? നിങ്ങൾ SI അല്ലേ? ശവക്കോട്ടപ്പറമ്പിൽ ഇട്ടിമകൻ കൊച്ചാപ്പു, SI കൊച്ചാപ്പു. ഹൻസാബ്. നമ്മൾ സ്നേഹിതന്മാരായി പോയതുകൊണ്ട് വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്കിതിൽ നിന്നും ഒരു 10,000 രൂപ വേണം. 10,000 രൂപയോ? 10 പൈസയിലാന്ന് കിട്ടില്ല. പൈസയായിട്ട് വേണ്ട, രൂപയായിട്ട് മതി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താനാണ്. ഒരു നല്ല കാര്യം പറയുമ്പോൾ നിങ്ങൾ നോക്കി നിന്നാലോ? എടുക്കണം. എന്ത് നല്ല കാര്യം? നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു ചീത്ത കാര്യമാണോ? നീ എന്നെ കൊല്ലുവോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൊല്ലാനും കൊച്ചാപ്പനും മടിയില്ല. എടുക്കണം. 10 തന്നെ വേണോ? 10. 5 പോരെ? തൽക്കാലം ഇത് മതി. ഇനിയും വേണമെങ്കിൽ ഇനിയും വരാമല്ലോ. ഇവിടെ തന്നെ കാണുമല്ലോ. വരണം, വരൂ. കംല.